കോഴിക്കോട് DCCയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ക്യാമറയിൽ പതിക്കാനുള്ള നേതാക്കന്മാരുടെ ഉന്തും തള്ളുമാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ട്രോൾ. ഇതിനൊപ്പം കെ കരുണാകരന്റെ പേരിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മകനായ മുരളീധരൻ പങ്കെടുക്കാതിരുന്നതും പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി. പ്രശ്നം ഗുരുതരമാണ്. സ്ഥലം പുതിയ DCC ഓഫീസ് അങ്കണം. ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പാണ് ഈ അംഗം. നേരത്തെ എത്തി സ്ഥാനമുറപ്പിച്ച മുൻ DCC പ്രസിഡന്റ് KC അബു കല്ലുപോലെ മുൻനിരയിലുണ്ട്. എങ്ങനെയൊക്കെ ഉദ്ഘാടകൻ KC വേണുഗോപാൽ മുൻനിരയിലെത്തി. പിന്നാലെ KPCC പ്രസിഡന്റ് K സുധാകരനും. എന്നാൽ ഒരു രക്ഷയുമില്ല, കേറിപ്പോകാൻ പറ്റുന്നുമില്ല. മറ്റുള്ളവരോട് എന്തൊക്കെയോ പ്രവൃത്തി ഒടുവിൽ മുന്നിലെത്തി. ഇങ്ങനെ എത്തിയ K സുധാകരൻ അടക്കമുള്ളവരെ തള്ളി മാറ്റിയാണ് രമേശ് ചെന്നിത്തല സ്ഥാനം പിടിച്ചത്. അപ്പോഴേക്കും മറ്റു ചിലർക്ക് മുൻനിര നഷ്ടമായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുന്നിലേക്ക് എത്തിക്കുവാൻ മുൻ DCC പ്രസിഡന്റ് കൂടിയായ T സിദ്ദിഖ് MLA കുറച്ചൊന്നുമല്ല വേർത്തത്. പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ട. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തലചായ്ക്കാൻ ഒരു ഇടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. മുൻനിരയിലെത്താൻ കോൺഗ്രസ് നേതാക്കളുടെ ഉന്തും തള്ളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ് തിക്കും തിരക്കും? KC അബുവിന് പറയാനുള്ളത് ഇതാണ്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിറകിലാണ് എല്ലാരും നിന്നതിന്. അവിടെ നേരത്തെ ഒന്നാമത്തെ ചുട്ടുകൊള്ളുന്ന വെയിലാണ്, അതിഭയങ്കരമായ വെയിൽ. ഞങ്ങളൊക്കെ ആദ്യം അവിടെ ഉള്ളവരാണ്. അവർ ആ സമയത്ത് വരിക ചെയ്തത്. അപ്പൊ അവിടെ തിരക്കുണ്ടായി, ഒരു ചെറിയ തിരക്കുണ്ടാവുമല്ലോ. എല്ലാവരെയും മാനേജ് ചെയ്യുന്നിടയിൽ കെട്ടിട നിർമ്മാണത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച DCC പ്രസിഡന്റ് അവസാനം രണ്ടാം നിരയിലേക്ക് തള്ളപ്പെട്ടു. എങ്കിലും അരിശമില്ല, അതെങ്കിലും കിട്ടിയല്ലോ എന്ന സമാധാനം. ജിത്തു ജോൺ, മനോരമ ന്യൂസ്, കോഴിക്കോട്.